പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നിന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is therefore no condemnation to those who are in Christ Jesus. യേശു ക്രിസ്തുവിൽ ഉള്ള ആർക്കും ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഇവിടെ പറയുന്നത് ക്രിസ്തുയേശുവിലുള്ളവർ, മറ്റൊന്ന് ശിക്ഷാവിധി. ഈ രണ്ട് പോയിന്റാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരുവൻ എങ്ങനെയാണ് ക്രിസ്തുയേശുവിലുള്ള ഒരു വ്യക്തിയായി തീരുന്നത് എന്ന് നാം അറിയണമെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ദൈവവചനത്തിൽ പറയുന്നു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി അവൻ ക്രിസ്തുവിലായി തീരുകയാണ് ചെയ്യുന്നത്. പിന്നീട് നാം അറിയുന്നത് ദൈവവചനത്തിൽ നിന്ന് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യരിൽ കടന്നു എന്നും നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആദാം മുഖേന സകല മനുഷ്യരും പാപികളായി തീർന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു മരണം ഉണ്ട് എന്ന് ഉറപ്പാണ്. എന്നാൽ ഇവിടെ വചനം പറയുന്നത് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിലായിത്തീരുന്നത്? അവിടെയാണ് നാം അറിയേണ്ടത്. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പറ്റി സാക്ഷ്യം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ആ 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. പ്രിയമുള്ളവരെ, സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അത് ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമോ ഇല്ലാതെയാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചത്. അങ്ങനെ സകല മനുഷ്യർക്കും രക്ഷ ഉറപ്പാക്കിയത് അതുവഴിയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി അവൻ ക്രിസ്തുവിലായി തീർന്നു. അങ്ങനെയുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളെ കൂടുതൽ ശക്തിയായി ക്രിസ്തുവിനോട് അടുപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.